കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. ഈ ചെക്കന് ഇതെന്താ പറ്റിയതെന്ന് അറിയില്ല മാഷേ. 2 ദിവസം മുന്നേ വരെ ഈ പൂച്ചക്കുട്ടികളെ ഇത് ഓടി നടക്കുന്നതിന് എന്തോരം ബഹളമുണ്ടാക്കിയവനാണെന്നോ. ഇപ്പൊ താണ്ടെ അതിനെ എടുക്കുന്നു, കുളിപ്പിക്കുന്നു, ഒന്നും പോരാഞ്ഞ് മുറിയിൽ കൊണ്ടുപോയി കിടത്തി ഉറക്കുന്നു. സത്യം മാഷേ, ഇവനെ കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട്. ടീച്ചർ ഇത് എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാര്യം പറ ടീച്ചറെ. എന്റെ മാഷെ, ഞാൻ കാര്യമാ പറഞ്ഞത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ മാഷിന്റെ മോനോട് ചോദിക്ക്. അല്ല പിന്നെ ഞാൻ എന്തു പറയാനാ? ദേഷ്യപ്പെടാതെ ടീച്ചറെ. ഞാൻ എനിക്ക് സത്യമായിട്ടും ടീച്ചർ പറയുന്നത് അങ്ങോട്ട് കിട്ടുന്നില്ല. ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ പോലും ആ പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ ചാക്കിൽ കെട്ടിക്കൊണ്ടുപോയി കളയും എന്ന് പറഞ്ഞ് അട്ടഹസിച്ചവൻ ഇപ്പോ അതിനെ നോക്കുന്നു, പാല് കൊടുക്കുന്നു, മുറിയിൽ കിടത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ ടീച്ചറെ? മാഷിന്റെ സ്വരം കേട്ടതും ടീച്ചർക്കും പറഞ്ഞതല്പം കൂടിപ്പോയോ എന്നൊരു ചിന്തയായി. ക്ഷമിക്കും മാഷേ, ഈ കാണാത്തതൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതില്ലേ, ഞാനിപ്പോൾ ഏതാണ്ട് അങ്ങനെ ഒരു അവസ്ഥയില്ല. ആ പോട്ടെ, കാര്യം എന്താണെങ്കിലും ടീച്ചറിന്റെ പൂച്ചക്കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടില്ലേ? ടീച്ചർക്ക് അതുപോരെ? അങ്ങനെ ചോദിച്ചാൽ മതി. പക്ഷേ എന്റെ ടീച്ചറെ, ടീച്ചർ ഈ പക്ഷിയൊക്കെ വിട്ടിട്ട് ആ ചെക്കനെ നോക്ക്. ഇന്ന് അവധിയല്ലല്ലോ. അവൻ പോകാൻ ഇറങ്ങിയോ? എന്തെങ്കിലും കഴിച്ചോ യദു? ഓ, അവൻ കഴിച്ചില്ലേലും ആ പൂച്ചയ്ക്ക് കൊടുക്കുന്നുണ്ട്. അല്ല മാഷേ. ഇനി എന്താ ടീച്ചറെ? അതെ മാഷേ, ഈ പൂച്ചപ്രേമം തുടങ്ങിയാൽ എല്ലാ പൂച്ചകളോടും സ്നേഹം വേണ്ടേ? പക്ഷെ ഇവൻ ബാക്കി ഒരു പൂച്ചയും നോക്കുന്നില്ല. ഈ ഒരൊറ്റ പൂച്ചയും എടുത്തോണ്ടാണെന്ന് അർത്ഥം. അതെന്താപ്പോ അങ്ങനെ? ഇതൊന്നും എനിക്കറിയില്ല എന്റെ ടീച്ചറെ. ഒപ്പം നിന്നിട്ട് ടീച്ചർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴാ ഇവിടെ കിടക്കുന്ന ഞാനിനി പറഞ്ഞു തരുന്നത്. കള ടീച്ചറെ. ഓരോ നേരം മനുഷ്യർക്ക് ഓരോ ഇഷ്ടമല്ലേ? അതും അങ്ങനെ കൂട്ടിയാൽ മതി. ഞാൻ എന്നാ ഫോൺ വെക്കുകയാണേ. മധുരിടാൻ വന്നവർ വിളിക്കുന്നു. ഹാ, ഞാനും അങ്ങനെയാ മാഷെ ആലോചിക്കുന്നേ. മാഷ് വെച്ചോ. ഒരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് ടീച്ചർ ഫോൺ വെക്കുമ്പോ തലേന്ന് വൈകുന്നേരത്തെ കാര്യങ്ങളായിരുന്നു അവരുടെ മനസ്സ് നിറയെ. സ്കൂളിൽ നിന്ന് വന്നവൻ ഷൂ ഊരി റാക്കിലേക്ക് വെക്കുന്നതിനിടയിലാണ് കൂട്ടത്തിലെ ഒരു കുറുമ്പിപ്പൂച്ച അവന്റെ കാലിനിടയിലൂടെ ഓടിപ്പോയത്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടതും നെഞ്ചിലൂടെ ഒരു തീയാളി. കഴിഞ്ഞ ദിവസം കൂടി ഇങ്ങനെ പോയതിന് ഇതിനെയെല്ലാം കൊണ്ട് കളയുമെന്ന് തുള്ളി ഇളക്കി വിട്ടവനാണ്. പക്ഷേ പൂച്ച അടുത്തൂടെ പോയിട്ടും വലിയ ബഹളമില്ലാതെ അകത്തേക്ക് കയറിപ്പോകുന്നവനെ കണ്ടപ്പോൾ ഇനിയിപ്പോൾ ഇവൻ പൂച്ചയെ കണ്ടില്ലയോ എന്നാണ് ചിന്തിച്ചത്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായത് അവൻ ചായ കുടിക്കാൻ ഇറങ്ങി വരുമ്പോൾ പൂച്ചകളിൽ 2 എണ്ണം കാലിനരികിലേക്ക് പോയി നിന്ന് അവന്റെ കയ്യിലെ ബിസ്ക്കറ്റിലേക്ക് നോക്കി മ്യാവ് വെച്ചിട്ടും അനങ്ങാതെ അവൻ അവരെ നോക്കിയിരിക്കുന്ന കണ്ടപ്പോഴാണ്. കുറച്ചു നേരം അത് അങ്ങനെ കിടന്ന് ശബ്ദമുണ്ടാക്കിയത് കണ്ടതും ഭയന്നുപോയി. അതിനു നേരെ അവൻ കുനിയ കൂടി കണ്ടപ്പോൾ ഓടിച്ചെന്നെടുത്തു. യദൂട്ടാ, ഞാൻ ഇതിനെയെല്ലാം പിടിച്ച് പുറത്തിട്ടേക്കാം. നീ എങ്ങും കൊണ്ടുപോയി കളയല്ലേടാ. പാവങ്ങളാ. ഇവിടെ എങ്ങാനുമൊക്കെ അവര് ജീവിച്ചോളും കുട്ടാ. അമ്മയുടെ നല്ല മോനല്ലേടാ. ആണോ? ഞാൻ അമ്മയുടെ ശരിക്കും നല്ല മോനാണോ? കുറുമ്പ് നിറഞ്ഞവൻ ഒരു കണ്ണിറുക്കി ചോദിച്ചതും ടീച്ചർ അറിയാതെ ചിരിച്ചുപോയി. ഉം, നീ അമ്മയുടെ കണ്ണനല്ലേ. പക്ഷേ അമ്മയുടെ മോൻ ദേഷ്യം കാണിച്ച് ഇതിനെയൊന്നും കളയല്ലേ. അച്ചുടാ, എന്നാ പാവമാ എന്റെ അമ്മയെന്ന് നോക്കിയേ. അവൻ അമ്മയെ സെറ്റിയിലേക്ക് പിടിച്ചിരുത്തി മടിയിലേക്ക് കിടന്നുകൊണ്ട് ചിരിച്ചു. ഞാൻ പാവമൊക്കെ തന്നെയാണ്. പക്ഷെ നിനക്കും നിന്റെ അച്ഛനും അത് അറിയില്ലെന്ന് മാത്രം. ഹും. ടീച്ചറിന്റെ മുഖം ഒന്ന് വെട്ടിമാറി. ഓഹോ, അങ്ങനെയായിരുന്നു അല്ലേ? പിന്നെയും കുസൃതിയിൽ ചിരിക്കുന്നവന്റെ ചിരിയിൽ ടീച്ചർ കണ്ണുടക്കി നിന്നു. എത്ര കാലമായി യദു നീ ഇങ്ങനെയൊന്ന് ചിരിച്ചു കണ്ടിട്ട്? കണ്ണിൽ ഒരൽപ്പം ഈറനോടെ ടീച്ചർ അവന്റെ മുടിയിഴകൾ തഴുകി വിട്ടു. ആ കേട്ടതിനും മനോഹരമായ ഒരു പുഞ്ചിരിയായിരുന്നു മറുപടി. അല്ലമ്മേ, ഈ 2 എണ്ണത്തിൽ ഏതാണ് കിങ്ങിണി? സോഫയുടെ അടിയിലൂടെ കയറിയും ഇറങ്ങിയും കളിക്കുന്ന 2 പൂച്ചക്കുഞ്ഞുങ്ങളെ നോക്കി അവൻ ചോദിച്ചു. കിങ്ങിണി? കിങ്ങിണിയെ നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. അമ്മ ആദ്യം ഇത് പറ, ഇതിൽ ഏതാ ഇപ്പൊ കിങ്ങിണി? ഇതിൽ കിങ്ങിണിയില്ലടാ. അത് സ്റ്റോർ റൂമിൽ കാണും. നിന്നെ പേടിച്ച് ഞാൻ ഈ 3 പേരെയും ആ സ്റ്റോറിലാ ഇട്ടേക്കുന്നത്. ഈ രണ്ടുമുണ്ടല്ലോ, ശരിക്കും കുരുത്തക്കേടാ. എങ്ങനെയാണാവോ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പക്ഷെ എങ്കിൽ കിങ്ങിണി ഒരു പാവമാടാ. അവൾ അതിനകത്തു തന്നെ തത്തിക്കളിച്ചിരുന്നോളൂ. അമലു, അവൻ മനോഹരമായി പുഞ്ചിരിച്ചു. ആ പൂച്ചക്കുഞ്ഞിനെ പറ്റി അറിഞ്ഞതും അവൻ ചാടി എഴുന്നേറ്റ് സ്റ്റോർ റൂമിലേക്ക് പോയി. ചേർത്തടയ്ക്കാത്ത വാതിൽ പാതി തുറന്നതും കണ്ടു
നല്ല വെളുത്ത് നിറയെ രോമങ്ങളുമായി ഉണ്ടക്കണ്ണും പിഴിച്ച് ഒരു തക്കടിമുണ്ടൻ പൂച്ചക്കുഞ്ഞിനെ. ഒറ്റ നോട്ടത്തിൽ തന്നെ അവനതിനെ ഒരുപാട് ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് അല്ലേമ്മേ? ഉം മൂളിക്കൊണ്ടവൻ അതിനരികിലേക്ക് നടന്നു. അടുത്തു ചെന്നതും അതവന്റെ കാലിലേക്കുരുമ്മി. അതോടെയായതും അവൻ അതിനെ കയ്യിലെടുത്ത് പൊക്കി. യദൂ! ആദ്യമായി കാണുന്ന കാഴ്ചയിൽ ഞെട്ടലോടെ ടീച്ചർ വിളിച്ചുപോയി. ഇതിനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഉമ്മാ. ഇവളെ ഞാനേ എനിക്കൊപ്പം കൊണ്ടുപോവാ. ഇനി ഇവൾ എന്റെ കൂടെ നിൽക്കട്ടെ, എന്നോട് കളിക്കട്ടെ. പറയുന്നതിനൊപ്പം തന്നെ അവൾ കയ്യിലേക്ക് എടുത്തുകൊണ്ട് അവൻ പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത്ഭുതത്തോടെയാണ് ടീച്ചർ ആ കാഴ്ച കണ്ടത്. ഇപ്പോഴും ഓർക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത പോലെ. ദീർഘമായ നിശ്വാസത്തോടെ ടീച്ചർ അത് ആലോചിച്ച് അടുക്കളയിലേക്ക് നടന്നു. ഓ, അപ്പൊ നീയാണ് ആ VVIP അല്ലേ? മെത്തയിലേക്കിരുത്തി അവൻ ചാഞ്ഞു കിടന്നു. എന്തോരം ഫാൻസാ നിനക്ക്! കാണാൻ സുന്ദരിയാട്ടോ, അതാവും ഇത്രയും ആരാധകർ. കിങ്ങിണി, അതല്ലേ അമലും നിനക്കിട്ട പേര്? പക്ഷേ നീ എനിക്ക് കിങ്ങിണിയല്ല കേട്ടോ, മറിച്ച് മനസമാധാനമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടിയ എന്റെ മനസമാധാനം. ഈ കണ്ട കാലം മുഴുവനും ഉള്ളിൽ ഒരുപാട് കുറ്റബോധമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ മെല്ലെയെങ്കിലും എല്ലാം പതിയെ പതിയെ ശരിയായി വരുന്നു. ഇനി കിങ്ങിണി, നീ നീ വഴി ഒക്കെ ശരിയാകും, എനിക്കുറപ്പാ. താങ്ക്സ് അമലു, താങ്ക്സ് അലോട്ട് ഡി. നീ വന്ന് സംസാരിച്ചപ്പോൾ എനിക്കുണ്ടായ സമാധാനം, സന്തോഷം, യു കാൺ ഇമാജിൻ. അവന്റെ കണ്ണുകൾ ഈറനായി. പിറ്റേന്ന് രാവിലെ ടീച്ചറെ വിളിക്കുന്ന കേട്ടാണ് യദു റൂം തുറന്നത്. മോൻ കുളിക്കുകയായിരുന്നോ? എന്താമേ? അത് പിന്നെ ആമ്പലിന്റെ അച്ഛൻ വന്നിരിക്കുന്നു, മോൻ അങ്ങോട്ട് വാ. എന്നെ കാണാനോ? അവന്റെ മിഴി ഒന്ന് ചുരുങ്ങി. ഹാങ്ങറിൽ തൂക്കിയിട്ടിരുന്ന ടീഷർട്ട് ഇട്ടുകൊണ്ട് യദു പെട്ടെന്ന് പുറത്തേക്കിറങ്ങി. തോളിലൂടെ ചുറ്റിയിട്ട തോർത്തും കൊണ്ട് പിൻതല തുടച്ചു വരുന്നവനെ കണ്ടുകൊണ്ടാണ് അശോകൻ എഴുന്നേറ്റത്. അയ്യോ, എന്തിനാ എഴുന്നേൽക്കുന്നേ? അശോകൻ ചേട്ടൻ ഇരുന്നേ. എഴുന്നേറ്റ മനുഷ്യന്റെ തോളിൽ പിടിച്ചിരുത്തിക്കൊണ്ട് യദു അല്പം മാറി നിന്നു. യദു ഇരുന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. തന്റെ മുന്നിൽ ആദരവോടെ നിൽക്കുന്നവനെ കണ്ടതും അശോകന് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നി. അതൊന്നും സാരമില്ല, അശോകേട്ടൻ പറഞ്ഞോളൂ. പിന്നെയും ആ മുഖം തെളിയുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് യദു അല്പം മാറി കസേരയിലേക്ക് ഇരുന്നത്. നിങ്ങൾ കാര്യം പറയൂട്ടോ, ഞാനിപ്പോൾ വരാം. പറഞ്ഞുകൊണ്ട് ലളിത ടീച്ചർ അടുക്കളയിലേക്ക് പോയതും അശോകൻ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അദ്ദേഹം എന്തോ കാര്യം പറയാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് മനസ്സിലായ അവൻ ആ മുഖത്തേക്ക് നോക്കി. അത് പിന്നെ യദു, ഞാനൊരു കാര്യം ചോദിക്കാനാ വന്നേ. പറഞ്ഞോ ഏട്ടാ. തോളിൽ കിടന്ന തോർത്ത് അടുത്ത് കിടന്ന കസേരയുടെ മുകളിലേക്ക് വിരിച്ചിട്ടുകൊണ്ട് യദു അദ്ദേഹത്തെ കേൾക്കാൻ എന്ന പോലെ അല്പം മുന്നിലേക്ക് ചാഞ്ഞിരുന്നു. അത് പിന്നെ എന്റെ കുടുംബത്തിലുള്ള വലിയമ്മയ്ക്ക് ഒട്ടും വയ്യ. ആർക്കാ ചേട്ടാ? എന്റെ അമ്മയുടെ ചേച്ചിക്ക് ക്യാൻസർ ആണ്. നേരത്തെയൊക്കെ എഴുന്നേറ്റ് നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേങ്കിൽ ഇപ്പോ ആള് പൂർണ്ണമായും ബെഡിൽ തന്നെയാണെന്നാ അമ്മ പറഞ്ഞത്. അപ്പോ അവിടെ പോയി അമ്മയെ ഒന്ന് കാണണമെന്നുണ്ട്. പോകാൻ നിന്നാൽ ഒരു ദിവസത്തെ യാത്രയാട്ടോ അവിടേക്ക്. ആൾക്ക് അത്രയ്ക്കും വയ്യ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ചിലപ്പോൾ പോയാൽ ഇന്ന് തന്നെ വരാൻ പറ്റിയെന്നും അറിയില്ല. യദു ഒന്ന് മൂളി. പോകുമ്പോൾ മോളെ കൂടി പോകണമെന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഇന്നലെ പറഞ്ഞപ്പോഴാണ് അവൾ പറയുന്നത് മോന്റെ എന്തോ ക്ലാസ് ഉണ്ടെന്നോ അവധിയെടുക്കാൻ പാടില്ലെന്നോ ഒക്കെയുള്ള കാര്യം. ഞാൻ അതിനെപ്പറ്റിയൊന്ന് മോനോട് സംസാരിക്കാനാ വന്നേ. കാരണം 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അവിടുന്ന് അറിയുന്നത് മരണവാർത്തയാണെങ്കിൽ അതെല്ലാവർക്കും ഒരു സങ്കടമാ. അതുകൊണ്ടാ ഇന്ന് തന്നെ പോയേക്കാം എന്ന് വെച്ച്. ആള് തന്റെ അവസ്ഥ അതുപോലെ തന്നെ പറഞ്ഞു. ഇതിപ്പോ കൊച്ചിനോട് പറഞ്ഞപ്പോൾ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോ എന്താ ചെയ്യേണ്ടേന്ന്. എന്ത് തീരുമാനം എടുക്കുമെന്നറിയാതെ തന്നെയും നോക്കി നിൽക്കുന്ന ആ മനുഷ്യനെയാണ് ആ നിമിഷം യദു അവിടെ കണ്ടത്. അതിപ്പോ മോൾക്ക് അവധി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞിനെ രമ്യമോളുടെ വീട്ടിൽ നിർത്താം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വലിയമ്മച്ചിക്ക് മോളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് ഇന്നലെ വിളിക്കുമ്പോഴും അമ്മ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ. എന്തായാലും ഒരു തീരുമാനം എടുക്കും മുന്നേ മോനോട് ഒന്ന് ചോദിച്ചു വരാൻ മഞ്ജുവും പറഞ്ഞു. ഈ 2 ദിവസത്തെ ക്ലാസ് യദുവിനോട് പറഞ്ഞാൽ അവൻ പിന്നെ എടുത്തു കൊടുക്കും. അശോകേട്ടൻ അങ്ങനെ അവനോട് പറഞ്ഞാൽ മതി എന്നൊക്കെ മഞ്ജു പറഞ്ഞത് മനസ്സിലുണ്ടായിരുന്നെങ്കിലും അതൊന്നും ആ നിമിഷം അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചില്ല. അദ്ദേഹം പറയുന്നത് മുഴുവൻ കേട്ടതും യദു കസേരയിലേക്ക് നിവർന്നിരുന്നു. അത് പിന്നെ അശോകേട്ട, ഇന്നും നാളെയും കൂടി ചേർന്ന് നമ്മുടെ ഫസ്റ്റ് ലാബിന്റെ ലാബ് മുഴുവൻ തീർക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ കുട്ടികളോട് എല്ലാവരോടും ഈ 2 ദിവസം ലീവ് എടുക്കരുതെന്ന് പറഞ്ഞേൽപ്പിച്ചത്.
കാരണം അടുത്ത ആഴ്ച മുതൽ ഞങ്ങൾ ടീച്ചേഴ്സിന് ട്രെയിനിങ് തുടങ്ങും. പിന്നെ പോർഷൻസ് ഒക്കെ പരീക്ഷയ്ക്ക് മുന്നേ തീർക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയെങ്കിൽ പ്രശ്നമില്ല. മോളെ ഞാൻ കൊണ്ടുപോകുന്നില്ല. കാര്യത്തിനൊക്കെ ഒരു തീരുമാനമായ പോലെ അശോകൻ സോഫയിൽ നിന്നും എഴുന്നേറ്റു. ആള് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും മോളെയും കൊണ്ടുപോകാൻ ആണ് ആഗ്രഹമെന്ന് ആ മുഖത്ത് നോക്കുന്ന ആർക്കും മനസ്സിലാകുന്ന പോലെയായിരുന്നു ആ നിമിഷമുള്ള അദ്ദേഹത്തിന്റെ ഭാവം. യദു ഒരു ദീർഘനിശ്വാസത്തോടെ അദ്ദേഹത്തിനൊപ്പം എഴുന്നേറ്റു. അശോകേട്ടൻ ഒരു കാര്യം ചെയ്യൂ. അമലുവിനെ കൊണ്ടുവെക്കോ. പക്ഷേ ഒരു ദിവസത്തിനപ്പുറം ക്ലാസ് കളയാതെ നോക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ടീച്ചേഴ്സ് എല്ലാം ഈ ആഴ്ച കൊണ്ട് പോർഷൻ തീർക്കാൻ നോക്കും. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു ക്ലാസ് പോയാൽ വലിയ നഷ്ടമാണ് അമലുവിന്. പിന്നെ എന്റെ ലാബിന്റെ കാര്യം, അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും പറഞ്ഞു കൊടുത്തുകൊള്ളാം. ചിലപ്പോൾ വൈകുന്നേരത്തെ ക്ലാസ് കഴിഞ്ഞ് കുറച്ചു നേരം ലാബിൽ നിൽക്കേണ്ടി വരും. അതിന് പ്രശ്നമില്ലെങ്കിൽ അശോകേട്ടൻ അവളെ കൊണ്ടുവെക്കൂ. എന്തായാലും ആ അമ്മ അവളെ കാണണമെന്ന് പറഞ്ഞതല്ലേ, അതിനൊരു മുടക്കം വേണ്ട. പക്ഷെ കഴിവതും ഇന്നൊരു ദിവസം മാത്രം ലീവാക്കാൻ അശോകേട്ടൻ ശ്രദ്ധിക്കണം. ഒരു പക്ഷേ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലും അമലുവിനെ തിരിച്ച് രമ്യയുടെ വീട്ടിലേക്ക് കൊണ്ടു നിർത്തണം. +2 ആണ്, ക്ലാസ് കളയുന്നത് അത്ര ശരിയല്ല. ഒരധ്യാപകന്റെ ഉത്തരവാദിത്തോടെ പറയുന്നവനെ അശോകൻ ഒരു നിമിഷം നോക്കി നിന്നു. പിന്നെ അവന്റെ അഭിപ്രായങ്ങളെല്ലാം മാനിച്ചു എന്നർത്ഥം വരുന്ന പോലെ ഒന്ന് തലയാട്ടി. അതോടെ അവനും പുഞ്ചിരിച്ചു. അപ്പോഴാണ് ടീച്ചർ അവരുടെ അടുത്തേക്ക് വരുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാപ്പി കുടിച്ചോണ്ട് പറയാം. ടീച്ചർ അശോകന്റെയും യദുവിന്റെയും മുഖത്തേക്ക് ഒരുമിച്ച് നോക്കിയാണ് ആ വിളിച്ചതെങ്കിലും അശോകൻ പെട്ടെന്ന് വേണ്ടാന്നുള്ള അർത്ഥത്തിൽ പോകാനായി ധൃതി പിടിച്ചു. വേണ്ട ടീച്ചറെ, ഞങ്ങൾ ഇറങ്ങാൻ പോവാ. ടീച്ചർ മോളെ ഒന്ന് വിളിച്ചാൽ മതി. അകത്തേക്ക് നോക്കി അശോകൻ പറയുമ്പോഴാണ് ഒപ്പം ആമ്പലവുമുള്ള കാര്യം യദു അറിയുന്നത്. അവന്റെ കണ്ണുകൾ ചുറ്റുമൊന്ന് പരതി. അവിടെയെങ്ങും കാണാതെ വന്നപ്പോഴാണ് അകത്തു നിന്നും കൊലുസിന്റെ കിലുക്കം കേൾക്കുന്നത്. ചെവി വട്ടം പിടിച്ച് ആ ശബ്ദം വരുന്നേന്ന് ശ്രദ്ധിച്ചതും കാണുന്നത് അടുക്കളയിൽ നിന്നും എന്തോ കാസ്ട്രോൾ ടേബിളിന് മുകളിലേക്ക് കൊണ്ടുവെക്കുന്നവളെയാണ്. അറിയാതെ ആ കണ്ണുകൾ ഒന്ന് വിടർന്നു. നീലയും ചുവപ്പും വരുന്ന ഒരു പട്ടുപാവാടയാണ് വേഷം. നെറുകയിൽ എന്നത്തെയും പോലെ 3-4 കുറികളുണ്ട്. അതിൽ പകുതിയും മാഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു. എന്നാലും അതിനെയൊക്കെ ബാക്കിയെന്ന പോലെ ചുമപ്പും വെള്ളയും മഞ്ഞയും കറുപ്പും ഒക്കെ കാണാം. ഇങ്ങനെ ഒരു അമ്പലവാസി. അവന്റെ ചുണ്ടുകൾ മെല്ലെ ഞൊടിഞ്ഞു. അപ്പോൾ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരെല്ലാം കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അഭിപ്രായങ്ങൾ കമൻ്റായി പറയാനും മടിക്കല്ലേ. നന്ദി.